ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയോടുള്ളതായ ബന്ധത്തിൽ ഒരു കഥ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ കുലീനനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ധനികനാണ്, നീതിമാനാണ്. തൻ്റെ സമ്പത്ത് കൊണ്ട് സാധുക്കളെ സഹായിക്കുവാനും അഗതികളെയും പീഡിതരെയും അനാഥരെയും വിധവമാരെയും ഒക്കെ ജീവിതത്തിൻ്റെ പടവുകളിലേക്ക് ചവിട്ടി ഉയരുവാൻ, അല്ലെങ്കിൽ ഒരു ഉയർച്ചയിലേക്ക് അവരെ നയിക്കുവാനും കഷ്ടതയിൽ ഇരിക്കുന്നവരെ സഹായിക്കുവാനും തൻ്റെ സമ്പത്തൊക്കെ ഉപയോഗിക്കണമെന്നുള്ളതായൊരു വിചാരം ആ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം അങ്ങനെ ചെയ്തു വന്നു. ആ ഗ്രാമത്തിൽ ഒരു വിധവയായ സഹോദരി ഉണ്ടായിരുന്നു. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവരുടെ ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം ആ കുഞ്ഞുങ്ങളെയും ആ സഹോദരിയെയും അവരുടെ ഭവനത്തിൽ നിന്നും ഇറക്കി വിട്ടു. ജീവിതത്തിലൊന്നും പ്രത്യാശിക്കുവാനില്ല. അപവാദങ്ങളും അനേക ആക്ഷേപങ്ങളും അനേക ഉപദ്രവങ്ങളും പീഡനങ്ങളും ഏറ്റുകൊണ്ട് ജീവിതത്തിൽ നട്ടം തിരിയുന്നതായ സമയം എങ്ങനെയോ ആ ഗ്രാമത്തിൽ ജീവിച്ചിരുന്നതായ ഈ സഹായിയായ വൃദ്ധനായ മനുഷ്യനെക്കുറിച്ച് ആ സഹോദരി വാർത്ത കേട്ടറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാമെന്നുള്ളതായ ഒരു തീരുമാനത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളെയും വിളിച്ചും കൊണ്ട് ആ സഹോദരി ആ മനുഷ്യൻ്റെ അടുത്ത് വന്നു. തൻ്റെ നിർധനമായ അവസ്ഥയെക്കുറിച്ച് തന്നോട് കാര്യങ്ങളൊക്കെ വിവരിച്ചു പറഞ്ഞു. അദ്ദേഹം സശ്രദ്ധം അത് കേട്ടു. അവർ പറയുന്നതിലെല്ലാം പരമാർത്ഥത ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അവരെ സഹായിക്കുവാൻ തീരുമാനിച്ചു. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്ര എത്ര പഠിക്കാമോ അത്രത്തോളം പഠിക്കുവാനുള്ളതായ സാഹചര്യങ്ങളും സാമ്പത്തിക സൗകര്യങ്ങളും നല്ലൊരു ഭവനത്തിൻ്റെ ഏർപ്പാടുകളും ജീവനത്തിനുള്ളതായ വഴികളുമൊക്കെ ആ മനുഷ്യൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. കാലങ്ങൾ പോയി. ആ കുഞ്ഞുങ്ങൾ നല്ല വിദ്യാഭ്യാസം ചെയ്തു, നല്ല ജോലി കിട്ടി. വീണ്ടും അവർ ഉന്നത പഠനത്തിന് പോയി. അവർ നല്ല നല്ല അധികാര സ്ഥാനങ്ങളിലെത്തി. അവരുടെ ജീവിത ശൈലിക്കെല്ലാം വ്യത്യാസം വന്നു. ഭവനം മാറി, നല്ല ഭവനമായി. വേഷവിധാനത്തിനും സംസാര ശൈലിക്കും ഭക്ഷണ സംവിധാനങ്ങൾക്കുമെല്ലാം മാറ്റം വന്നു. ആ ഗ്രാമത്തിൽ അറിയപ്പെടുന്നതായ, അല്ലെങ്കിൽ പ്രസിദ്ധിയുള്ളതായ, അല്ലെങ്കിൽ മാന്യമായ ചില പദവിയിലേക്ക് അവരുടെ ജീവിത നിലവാരം ചില വർഷങ്ങൾക്കുള്ളിൽ ഉയർത്തപ്പെട്ടു. അങ്ങനെയിരിക്കെ വൃദ്ധനായ മനുഷ്യൻ ഒരു ദിവസം പട്ടണത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ ഈ സഹോദരിയെ കാണുവാനിടയായി. അവരുടെ ഭാവത്തിനും അവരുടെ മട്ടിനുമെല്ലാം വ്യത്യാസമാണ്. അവരുടെ വേഷവിധാനങ്ങളെല്ലാം ആധുനികമായ രീതിയിലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിന് സന്തോഷം തോന്നി. അദ്ദേഹം അടുത്ത് വന്ന് ഈ സഹോദരിയോട് കുഞ്ഞുങ്ങളെക്കുറിച്ചും അവരുടെ ജീവിത സൗകര്യങ്ങളെക്കുറിച്ചും ഇപ്പോഴത്തെ അവരുടെ അവസ്ഥകളെക്കുറിച്ചുമൊക്കെ ചോദിച്ചറിയുവാൻ അദ്ദേഹത്തിന് താല്പര്യം തോന്നി. ഈ സഹോദരിയാകട്ടെ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് അവരുടേതായ സ്റ്റാറ്റസിന് അപ്പോൾ വലിയ നിരപ്പുള്ളതായിട്ട് കണ്ടില്ല. അത് തന്നെയല്ല, പണ്ട് സഹായിച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലും അദ്ദേഹത്തിന് പലിശ സഹിതം തിരിച്ചടയ്ക്കേണ്ടി വരുമോ എന്നുള്ളൊരു സംശയം അവർക്കുണ്ടായി. അങ്ങനെ വളരെ ബുദ്ധിയോടുകൂടി ആ മനുഷ്യൻ്റെ മുന്നിൽ നിന്നും ആ സഹോദരി വളരെ പെട്ടെന്ന് യാത്ര പറഞ്ഞ് ഒഴിവ് പറഞ്ഞ് മാറിപ്പോയി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ മനുഷ്യൻ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഒരു ധാരണ ആ കുലീനനായ മനുഷ്യനിൽ, അല്ലെങ്കിൽ ലോകം വളരെ കണ്ടിട്ടുള്ളതായ ആ വൃദ്ധനായ സഹൃദയനായ മനുഷ്യനിൽ അദ്ദേഹത്തിന് വലിയ പ്രയാസങ്ങളൊന്നും തോന്നിയില്ല. കാരണം അദ്ദേഹം ദൈവത്തോടാണല്ലോ ഒരു തീരുമാനം ചെയ്തിട്ടുള്ളത്. അതിൽ അദ്ദേഹത്തിന് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മനുഷ്യൻ്റെ പ്രതികരണത്തിന് മുൻപിൽ അദ്ദേഹം തളർന്നില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ തരുണത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ കഥയോടുള്ളതായ പശ്ചാത്തലത്തിൽ നമുക്ക് നമ്മുടെ ചിന്തയ്ക്കായി ഈ പ്രഭാതത്തിൽ ഒരു വചനം നൽകുന്നു. 62-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാം വാക്യം. ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സങ്കീർത്തനക്കാരനായ ദാവീദ് ഇങ്ങനെയൊരു വചനം എഴുതിയിട്ടുള്ളത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ട്, നമ്മൾ ഒരുപക്ഷെങ്കിൽ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് ഒരു പ്രാവശ്യം അരുളി ചെയ്തത്? ദൈവം അരുളി ചെയ്തതൊക്കെ ചിലപ്പോൾ അതിൻ്റെ എക്കോ, അതിൻ്റെ ശബ്ദ സംവിധാനം കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മുഴക്കം കൊണ്ട്, ഉച്ചഭാഷണിയിൽ കൂടെ 2 പേർ സംസാരിക്കുന്നത് പോലെ നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കാമെന്നൊക്കെ ഒരുപക്ഷെങ്കിൽ നമ്മൾ ചിന്തിച്ചേക്കാം. ഇല്ലെങ്കിൽ നമ്മൾ പല വ്യാഖ്യാനം അതിൽ കൊടുത്തേക്കാം. എന്നാൽ
അതിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ അതിനു മുമ്പുള്ളതായ വചനം കൂടെ നമ്മൾ ചേർത്ത് വായിക്കണം. 10-ാം വാക്യം, പീഡനത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ മയങ്ങിപ്പോകരുത്, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സു വയ്ക്കരുത്. അതിൻ്റെ അർത്ഥം ദാവീദ് കാട്ടിലും വനാന്തരങ്ങളിലും ഗുഹകളിലും കഷ്ടത്തിലും പ്രയാസത്തിലും ദുരിതത്തിലും ആരും ആശ്രയമില്ലാതിരുന്ന സമയത്ത് ബലം യഹോവയ്ക്കുള്ളതെന്ന് അവൻ മനസ്സിലാക്കി. ദൈവത്തിൻ്റെ വാക്ക് കേട്ടു. എന്നാൽ അവൻ്റെ ജീവിത ശൈലിക്ക് വ്യത്യാസം വന്നു. അവൻ കാട്ടിൽ നിന്നും കൊട്ടാരത്തിലേക്ക് മാറി. കൊട്ടാരത്തിൽ വന്നപ്പോഴും രാജസിംഹാസനത്തിൽ ഇരുന്നപ്പോഴും പഴയ വാക്ക് അവൻ മറന്നില്ല. എന്താണ്? ബലം യഹോവയ്ക്കുള്ളത്. അനേകർ അവനെ ഉപദ്രവിച്ചു. അവൻ കഷ്ടതയിൽ കൂടെ കടന്നുപോയി, പീഡനങ്ങളിലൂടെ കടന്നുപോയി. പീഡനം സഹിക്കവയ്യാതെ ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവം പറഞ്ഞു, യഹോവയിൽ ആശ്രയിക്കുന്നവൻ, യഹോവയിൽ ബലം കണ്ടെത്തുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിൻ്റെ ആത്മാവ് അവനോട് സംസാരിച്ചു, ബലം യഹോവയ്ക്കുള്ളതെന്ന്. എന്നാൽ പീഡനങ്ങൾ മാറി അവൻ്റെ ശത്രുക്കളെ ദൈവം ശാന്തമാക്കിയപ്പോഴും അവൻ്റെ ചെവിയിൽ അതേ വചനം മുഴങ്ങുവാൻ തുടങ്ങി, ബലം യഹോവയ്ക്കുള്ളത്. അവൻ ഒരു നയാ പൈസ പോലും അവൻ്റെ കയ്യിലില്ലാതെ, സമ്പത്തില്ലാതെ, അരക്കാശിന് മുതലില്ലാതെ, പട്ടിണിയോടെ പ്രയാസത്തോടെ, ഉടുക്കുവാൻ മാന്യമായ വസ്ത്രമില്ലാതെ, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ തൻ്റെ ഭവനത്തിന് നിലനിന്ന് പോകുവാനുള്ളതായ ഒരവസരങ്ങളും തൻ്റെ മുൻപിൽ വഴി കാണാതെ നട്ടം തിരിയുന്ന കാലത്തും ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ബലം യഹോവയ്ക്കുള്ളതെന്ന്. എന്നാൽ സമ്പത്ത് വർദ്ധിച്ചു, കാലങ്ങൾ മാറി, ജീവിതശൈലികൾ മാറി. ഇപ്പോൾ ധാരാളം സമ്പത്ത് നിന്റെ കയ്യിലുണ്ട്. അപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ ചെവികളിൽ മന്ത്രിക്കുകയാണ്, യഹോവയ്ക്ക് ബലം. ദൈവത്തിന് സ്തോത്രം. ദാവീദ് പറയുകയാണ്, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ ആശ്രയം വെക്കരുത്. നിനക്ക് സമ്പത്തില്ലാതിരുന്നപ്പോൾ, നീ കഷ്ടത്തിലായിരുന്നപ്പോൾ നീ ദൈവത്തിൽ എങ്ങനെ ആശ്രയിച്ചുവോ അതേ ശബ്ദം നീ വീണ്ടും കേൾക്കുന്നവനാകണം, വീണ്ടും പ്രതിധ്വനിക്കണം. ദൈവം ഒരിക്കൽ അരുളി ചെയ്തു. ദൈവം ഒരിക്കൽ മാത്രമേ അരുളി ചെയ്യുള്ളൂ. നോക്കൂ, യൂദാ സഭയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ വചനം എഴുതുമ്പോൾ, ലേഖനം എഴുതുമ്പോൾ, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് എന്ന് പറഞ്ഞാൽ ദൈവത്തിനുള്ള ബലമെന്ന് ദൈവം ഒരിക്കൽ മാത്രമേ അരുളി ചെയ്തിട്ടുള്ളൂ. നിനക്ക് തന്നിരിക്കുന്നതായ വിശ്വാസം ഒരിക്കൽ മാത്രം. അത് നിന്റെ സമ്പത്തിലും, നിന്റെ കഷ്ടത്തിലും, നിന്റെ ദുഃഖത്തിലും, നിന്റെ ഉയർച്ചയിലും, താഴ്ചയിലും, രോഗത്തിലും, വേദനയിലും, സൗഖ്യത്തിലും ആ വിശ്വാസം നിലനിൽക്കേണ്ടതിന്, ആ ബലം നിലനിൽക്കേണ്ടതിന് ദാവീദ് പറയുകയാണ്, ബലം യഹോവയ്ക്കുള്ളതെന്ന് ദൈവം ഒരിക്കൽ മാത്രമേ അരുളി ചെയ്തുള്ളൂ. പക്ഷെങ്കിൽ ഞാനത് 2 പ്രാവശ്യം കേട്ടു. എൻ്റെ താഴ്ചയിലും, എൻ്റെ ഉയർച്ചയിലും, എൻ്റെ ദാരിദ്ര്യത്തിലും, എൻ്റെ സമ്പത്തിലും, എൻ്റെ മഹത്വത്തിലും, എൻ്റെ അപമാനത്തിലും, എൻ്റെ തകർച്ചയിലും, എൻ്റെ വർധനവിലും എല്ലാം ഞാൻ ആ ശബ്ദം കേൾക്കുന്നു. എന്താണ്? ബലം യഹോവയ്ക്കുള്ളത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ നാം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി സഹായത്തിന് അഭ്യർത്ഥിക്കുന്നുണ്ട്. കഷ്ടതയിൽ, വേദന വരുമ്പോൾ, ആരും ആശ്രയമില്ലാതിരിക്കുമ്പോൾ, തകർച്ചയിലാകുമ്പോൾ, പീഡനം വർദ്ധിക്കുമ്പോൾ, കവർച്ചയായി പോകുമ്പോൾ, സമ്പത്തില്ലാതിരിക്കുമ്പോൾ, ദാരിദ്ര്യത്തിലാകുമ്പോൾ, രോഗത്തിൻ്റെ മൂർച്ഛന്യാവസ്ഥയിലാകുമ്പോൾ നാം ദൈവത്തിൻ്റെ ബലത്തിനായി കാത്തിരിക്കുന്നു. എന്നാൽ ദൈവം കരുണ തോന്നി നമ്മോട് ഇതൊക്കെ നമുക്ക് അതിൽ നിന്നെല്ലാം ഒരു വിടുതൽ തരുമ്പോൾ നിന്റെ അവസ്ഥ എന്താണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുകയാണ്. ബലം യഹോവയ്ക്കുള്ളത് നീ എത്ര പ്രാവശ്യം നിന്റെ ജീവിതത്തിൽ കേട്ടു? ദാവീദ് പറയുന്നു, ദൈവം അത് അരുളി ചെയ്തപ്പോൾ ഞാൻ 2 പ്രാവശ്യം കേട്ടു. നീ എത്ര പ്രാവശ്യം കേൾക്കുന്നു? സ്വർഗം നിന്റെ നാവിൽ നിന്ന്, നിന്റെ കേൾവിയിൽ നിന്ന് അത് ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നിനക്ക് ഒരിക്കൽ ബലം അരുളി, ദൈവം നിനക്ക് ഒരിക്കൽ വിശ്വാസം തന്നു, ഒരിക്കൽ നിനക്ക് സൗഖ്യം തന്നു. പക്ഷെങ്കിൽ നിന്റെ ജീവിതത്തിൽ എപ്പോഴും നീ തേടുമ്പോഴും തേടാത്തപ്പോഴും അത് നിനക്ക് കാവലായിരിക്കേണ്ടതിന്, ആശ്രയമായിരിക്കേണ്ടതിന്, അത് നിനക്ക് പടയായിരിക്കേണ്ടതിന്, അത് നിനക്ക് കെണിയായി വരാതെ നിനക്ക് സുരക്ഷിതമായിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ബലം യഹോവയ്ക്കുള്ളതാണ്. എന്നാൽ ഒരു നീതിമാനായവൻ, ദൈവത്തോട് പൊരുത്തന ചെയ്തിട്ടുള്ളവൻ, പ്രതിഷ്ഠയെടുത്തിട്ടുള്ളവൻ, ഞാൻ എൻ്റെ ജീവകാലമൊക്കെയും യഹോവയിൽ ആശ്രയിക്കുമെന്ന് പറയുന്നവൻ, അവൻ 2 പ്രാവശ്യം ആ വചനം കേൾക്കും. ബലം യഹോവയ്ക്കുള്ളതെന്ന് ഒരിക്കൽ അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.